Exercise 13.3 la fifth question. A container shaped like a right circular cylinder having diameter 12 cm and height 15 cm is full of ice cream. ഒരു റൈറ്റ് സർക്കുലർ സിലിണ്ടറിന്റെ ഷേപ്പിലുള്ള ഒരു പാത്രത്തിൽ ഫുൾ ഓഫ് ഐസ്ക്രീം ആണ്. ആ പാത്രത്തിന്റെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. ഓഫ് ഡയമീറ്റർ 12 സെന്റിമീറ്റർ, ഡയമീറ്റർ 12 സെന്റിമീറ്റർ ആണ്. ആൻഡ് ഹൈറ്റ് 15 സെന്റിമീറ്റർ, പാത്രത്തിന്റെ ഹൈറ്റ് 15 സെന്റിമീറ്റർ ആണ്. വിച്ച് ഈസ് ഫുൾ ഓഫ് ഐസ്ക്രീം. The ice cream is to be filled into cones of height 12 centimeter and diameter 6 centimeter. ഈ പാത്രത്തിലുള്ള ഐസ്ക്രീമിനെ ചെറിയ കോണുകളിലേക്ക്, ഐസ്ക്രീം സപ്ലൈ ചെയ്യുന്ന ചെറിയ ചെറിയ കോണുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ആ പാത്രത്തിന്റെ അല്ലെങ്കിൽ ആ കോണിന്റെ മെഷർമെന്റ്സ് ഹൈറ്റ് 12 സെന്റിമീറ്റർ ആൻഡ് ഡയമീറ്റർ 6. ഇതിന്റെ ഡയമീറ്റർ 6 സെന്റിമീറ്റർ ആണ്. ഹാവിംഗ് എ ഹെമിസ്ഫെറിക്കൽ ഷേപ്പ് ഓൺ ദ ടോപ്പ്. നമുക്കറിയാം ഐസ്ക്രീം കോണിൽ ഫില്ല് ചെയ്യുമ്പോൾ മുകളിൽ ഒരു ഹെമിസ്ഫെറിക്കൽ ഷേപ്പിലാണ് ഐസ്ക്രീം സപ്ലൈ ചെയ്യാറ്. അങ്ങനെയാണെങ്കിൽ ആ ഹെമിസ്ഫെറിക്കൽ ടോപ്പ് ഉൾപ്പെടെയാണ് ഫുള്ള് ഐസ്ക്രീം കോണിൽ ഫില്ല് ചെയ്യുന്നത്. ഫൈൻഡ് ദ നമ്പർ ഓഫ് സച്ച് കോൺസ് വിച്ച് ക്യാൻ ഫിൽഡ് വിത്ത് ഐസ്ക്രീം. അങ്ങനെയാണെങ്കിൽ ഈ പാത്രത്തിലുള്ള മുഴുവൻ ഐസ്ക്രീമിനെയും ചെറിയ ചെറിയ കോണുകളിലേക്ക് മാറ്റുമ്പോൾ ടോട്ടൽ എത്ര കോണുകൾ വേണ്ടി വരും ടു ട്രാൻസ്ഫർ ദ ഫുൾ ഐസ്ക്രീം? അതാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് കോൺസ് ആണ്. എത്ര കോണുകൾ വേണം ഈ ഫുള്ള് ഐസ്ക്രീമിനെ ട്രാൻസ്ഫർ ചെയ്ത് സപ്ലൈ ചെയ്യാൻ? അപ്പൊ ഇവിടെ ഒരു ഹെമിസ്ഫെറിക്കൽ ടോപ്പ് ആണുള്ളത്. ഹെമിസ്ഫെറിക്കൽ ടോപ്പ് ആകുമ്പോ നമുക്കറിയാം അതിനൊരു റേഡിയസ് ഉണ്ട്. ഇതിന്റെ ഈ കോണിന്റെ ഡയമീറ്റർ 6 ആണെങ്കിൽ അതിന്റെ റേഡിയസ് 3 സെന്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഹെമിസ്ഫെറിക്കൽ ടോപ്പിന്റെയും റേഡിയസ് 3 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. ഈ ഒരു കോണില് ഫില്ല് ചെയ്യാൻ കഴിയുന്ന ഐസ്ക്രീമിന്റെ വോളിയം എന്ന് പറയുന്നത് കോണിന്റെ വോളിയം പ്ലസ് ഹെമിസ്ഫെറിക്കൽ വോളിയമാണ്, അല്ലെങ്കിൽ ഹെമിസ്ഫിയറിന്റെ വോളിയമാണ്. അപ്പോ ടോട്ടൽ ഐസ്ക്രീം എത്രയാണെന്ന് വോളിയം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടും. ടോട്ടൽ ഐസ്ക്രീമിൽ നിന്നും ഒരു കോണില് ഫില്ല് ചെയ്യുന്ന ഐസ്ക്രീമിന്റെ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കോൺസ് നമുക്ക് വേണം എന്ന് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ആദ്യം സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള പാത്രത്തിലെ ഫുള്ള് ഐസ്ക്രീമിന്റെ വോളിയം എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ എഴുതാം. ഫോർ സിലിണ്ടർ ഹൈറ്റ് തന്നിട്ടുണ്ട് വിച്ച് ഈസ് 15 സെന്റിമീറ്റർ ആൻഡ് റേഡിയസ്, ഇവിടെ ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത്, ഡയമീറ്റർ 12 ആൻഡ് റേഡിയസ് അതിന്റെ ജസ്റ്റ് ഹാഫ് 6 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് ഐസ്ക്രീം എഴുതാം. വോളിയം ഓഫ് ഐസ്ക്രീം ഈസ് ഈക്വൽ ടു ഇക്വേഷൻ പൈ ആർ സ്ക്വയർ എച്ച് ആണ് സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കുന്നതിനുള്ളത്. ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു റേഡിയസ് വിച്ച് ഈസ് 6 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് വിച്ച് ഈസ് 15. മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, തൽക്കാലം അത്രയും സെന്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതി വെക്കാം. അടുത്തത് നമുക്ക് കോണിലേക്ക് പോകാം. ഫോർ കോണിക്കൽ പാർട്ട്, കോണിക്കൽ പാർട്ടിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് വിച്ച് ഈസ് 12 സെന്റിമീറ്റർ. ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത് 6 സെന്റിമീറ്റർ. അതിൽ നിന്നും റേഡിയസ് ഈസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ എന്ന് എഴുതാം. ഒരു കോണിൽ കൊള്ളുന്ന ഐസ്ക്രീമിന്റെ വോളിയം കോണിന്റെയും ഹെമിസ്ഫെറിക്കൽ പാർട്ടിന്റെയും കൂടെ വോളിയം ചേർത്ത് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഹെമിസ്ഫെറിക്കൽ പാർട്ടിനെ കുറിച്ചും കൂടി എഴുതാം. ഫോർ ഹെമിസ്ഫെറിക്കൽ പാർട്ട് അതിന്റെ റേഡിയസ് മാത്രമേ ഉള്ളൂ. റേഡിയസ് ആർ ഈസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഒരു കോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്ന ഐസ്ക്രീമിന്റെ വോളിയം നമുക്ക് എഴുതാം. വോളിയം ഓഫ് ഐസ്ക്രീം which can hold a cone is equal to volume of cone plus volume of hemisphere. രണ്ടും കൂടി ചേരുന്നതാണ് ടോട്ടൽ വോളിയം ഓഫ് ഐസ്ക്രീം ഇൻ എ കോൺ. ഈസ് ഈക്വൽ ടു കോണിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്, പ്ലസ് ഹെമിസ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2/3 പൈ ആർ ക്യൂബ്. ഇവിടെ നിന്ന് നമുക്ക് 1/3 പൈ ആർ സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കാം. 1/3 പൈ ആർ സ്ക്വയർ ഇവിടെ ലെഫ്റ്റ് വിത്ത് എച്ച് പ്ലസ് ഇവിടെ ലെഫ്റ്റ് വിത്ത് 2r. ഇതിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വോളിയം നമുക്ക് കണ്ടുപിടിക്കാം. ഈസ് ഈക്വൽ ടു 1/3 pi into radius which is 3 square
ബ്രാക്കറ്റിനുള്ളിൽ ഹൈറ്റ് വിച്ച് ഈസ് 12 പ്ലസ് 2 ഇൻറ്റു റേഡിയസ് വിച്ച് ഈസ് 3. ചെറുതായിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 1/3 പൈ ഇൻറ്റു 3യുടെ സ്ക്വയർ 9, ബ്രാക്കറ്റിനുള്ളിൽ 12 പ്ലസ് 3 ഇൻറ്റു 2 അല്ലെങ്കിൽ 2 ഇൻറ്റു 3 6. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. 3യും 9ഉം കൂടി ഡിവൈഡ് ചെയ്താൽ ഇവിടെ നമുക്ക് 3 എന്ന് എഴുതാം. അപ്പോ 3 പൈ ഇൻറ്റു 12 പ്ലസ് 6 വിച്ച് ഈസ് 18. ഇത്രയും സെന്റിമീറ്റർ ക്യൂബ് ആണ് ഒരു കോണിൽ കൊള്ളുന്ന ഐസ്ക്രീമിന്റെ വോളിയം. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് വേണ്ടത് അത്തരത്തിലുള്ള എത്ര കോണുകൾ വേണം ടു ഫിൽ ദിസ് മച്ച് ഓഫ് ഐസ്ക്രീം. അതിപ്പോ നമുക്ക് സ്റ്റെപ്പിങ്ങിന് എഴുതാം. നമ്പർ ഓഫ് കോൺസ് റിക്വയർഡ് is equal to volume of ice cream in cylindrical shaped container divided by volume of ice cream in one cone. ഒരു കോണിൽ കൊള്ളുന്ന ഐസ്ക്രീമിന്റെ വോളിയം കൊണ്ട് ടോട്ടൽ വോളിയത്തിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഈസ് ഈക്വൽ ടു ടോട്ടൽ വോളിയം നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വിച്ച് ഈസ് 5 ഇൻറ്റു 6ന്റെ സ്ക്വയർ ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ ഒരു കോണിലെ ഐസ്ക്രീം ദാറ്റ് ഈസ് 3 പൈ ഇൻറ്റു 18. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. പൈയും ഡിവൈഡ് ചെയ്യുന്നു. 3 ആൻഡ് 15 ഡിവൈഡ് ചെയ്താൽ ഇവിടെ നമുക്ക് 5 3s are 15. ലെഫ്റ്റ് ഓവർ നമ്പറിനെ നമുക്ക് ഇവിടെ എടുത്തെഴുതാം. 6ന്റെ സ്ക്വയർ 6 ഇൻറ്റു 6 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 18. 6ഉം 18ഉം കൂടെ ഡിവൈഡ് ചെയ്താൽ ഇവിടെ നമുക്ക് 3 എന്ന് കിട്ടും. ദെൻ 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 2. ഫൈനലി 2 ഇൻറ്റു 5 ഈസ് 10. ഇത്രയും നമ്പേഴ്സ് ഓഫ് കോൺ ആണ് നമുക്ക് ഇവിടെ വേണ്ടത് ടു ഫിൽ ദ ഐസ്ക്രീം. 6th question. How many silver coins 1.75 centimeter in diameter and of thickness 2 mm must be melted to form a cuboid of dimensions 5.5 into 10 into 3.5? സിൽവർ കോയിൻ. ആ സിൽവർ കോയിനിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 1.75 സെന്റിമീറ്റർ ഇൻ ഡയമീറ്റർ ആണ്. ഇത് 1.75 സെന്റിമീറ്റർ ആണ്. ആൻഡ് ഓഫ് തിക്നെസ് 2 mm. ഇവിടെ mm-ലാണ് തന്നിരിക്കുന്നത്, ഇത് സെന്റിമീറ്ററിലും. ദാറ്റ് മീൻസ് ഇവിടെയുള്ള ഈ ഒരു തിക്നെസ്, കോയിന്റെ തിക്നെസ് ആണ് 2 mm. അപ്പോ രണ്ടിനെയും ഒരു യൂണിറ്റിലേക്ക് മാറ്റിയതിനു ശേഷമേ കാൽക്കുലേഷൻ പാർട്ടിലേക്ക് പോകാവൂ. ഇത്തരത്തിലുള്ള എത്ര സിൽവർ കോയിനെ മെൽറ്റ് ചെയ്താൽ ഈ സൈസിലുള്ള 5.5 ഇൻറ്റു 10 ഇൻറ്റു 3.5 സെന്റിമീറ്റർ സൈസിലുള്ള ഒരു ക്യൂബോയിഡ് ഉണ്ടാക്കാൻ കഴിയും എന്നതാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ. അപ്പോ ഈ കോയിൻ എത്ര എണ്ണം വേണം ഇത്തരത്തിലുള്ള ഒരു ക്യൂബോയിഡ് ഉണ്ടാക്കാൻ? ടോട്ടൽ വോളിയം ഓഫ് ക്യൂബോയിഡ് നമുക്ക് കണ്ടുപിടിച്ചാൽ ആ വോളിയത്തിനെ ഒരു കോയിനിന്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള എത്ര കോയിൻ വേണം ഈ ക്യൂബോയിഡ് ഉണ്ടാക്കാൻ എന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം കോയിന്റെ കേസിലേക്ക് പോകാം. ഫോർ കോയിൻ, കോയിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് വിച്ച് ഈസ് 1.75 സെന്റിമീറ്റർ. അവിടെ നിന്ന് നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാം. 1.75 ഡിവൈഡഡ് ബൈ 2. ഇവിടെ ന്യൂമറേറ്റർ ഡെസിമൽ ആണ്, അതിനെ നമുക്ക് ഫ്രാക്ഷനിലേക്ക് മാറ്റിയാൽ 175 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 100 എന്ന് എഴുതാം. 175നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 1.75 കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഫൈനലി അതിനെ ഇങ്ങനെ എഴുതാം, 175 ഡിവൈഡഡ് ബൈ 200. ഇനി അതിന്റെ തിക്നെസ് തന്നിട്ടുണ്ട്. ആ തിക്നെസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഒരു കോയിൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനൊരു തിക്നെസ് കാണും. ഇവിടെ അത് ഇത്തിരി കൂടുതലാണ്, കോയിൻ ആകുമ്പോൾ വളരെ ചെറുതായിരിക്കും. ആ ഒരു തിക്നെസ് കൂടി നമ്മൾ കണക്കാക്കിയാൽ ഇത് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് എന്ന് നമുക്ക് പറയാം. അപ്പോ ഇതിന്റെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് സിലിണ്ടറിന്റെ വോളിയമാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ തിക്നെസ് നമുക്ക് എഴുതാം. അതിനെ നമുക്ക് ഹൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. h വിച്ച് ഈസ് 2 mm ആണ്. അതിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് മീൻസ് 2 mm എന്ന് പറയുന്നത് 2/10 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് അതിന്റെ വോളിയം കണ്ടുപിടിക്കാം. വോളിയം ഓഫ് 1 സിൽവർ കോയിൻ. വോളിയം ഓഫ് 1 സിൽവർ കോയിൻ. കോയിനിന്റെ ഷേപ്പ് സിലിണ്ടറിക്കൽ ഷേപ്പിലായതുകൊണ്ട് വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ πr² h തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ π ഇൻറ്റു
റേഡിയസ് വിച്ച് ഈസ് 175 ഡിവൈഡഡ് ബൈ 200 ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് 175 ഡിവൈഡഡ് ബൈ 200 രണ്ട് തവണ എഴുതാം. ഇൻറ്റു ഹൈറ്റ് വിച്ച് ഈസ് 2/10. തൽക്കാലം ഇത്രയും സെന്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതി അങ്ങനെ വെക്കാം. ഇനി നമുക്ക് ക്യൂബോയിഡിലേക്ക് പോകാം. ഫോർ ക്യൂബോയിഡ്, ക്യൂബോയിഡിന്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും എല്ലാം തന്നിട്ടുണ്ട്. ഏറ്റവും വലിയ നമ്പറിനെ നമുക്ക് ലെങ്ത് ആയിട്ട് എടുക്കാം 10, തൊട്ടടുത്ത നമ്പർ ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കാം 5.5 ആൻഡ് h ഹൈറ്റ് ഈസ് ഈക്വൽ ടു 3.5. അങ്ങനെയാണെങ്കിൽ ക്യൂബോയിഡിന്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കാം. വോളിയം ഓഫ് ക്യൂബോയിഡ് is equal to LBH ആണ്, which is equal to 10 into 5.5 into 3.5. ഇതിനെയും നമുക്ക് ഫ്രാക്ഷനിലേക്ക് മാറ്റിയാൽ 10 into 55 divided by 10 into 35 divided by 10 എന്ന് എഴുതാം. ഇവിടെ ഓരോ 10 വീതം ക്യാൻസൽ ചെയ്താൽ ലെഫ്റ്റ് വിത്ത് 55 into 35 divided by 10 സെന്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതാം. ദാറ്റ് മീൻസ് ക്യൂബോയിഡിന്റെ വോളിയം 55 into 35 by 10 ആണ്. അടുത്ത സ്റ്റെപ്പിൽ എഴുതി വെക്കാം. Therefore, number of coins required is equal to volume of cuboid divided by volume of one coin is equal to volume of cuboid. ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് 55 into 35 divided by 10. ഇതിനെ ഡിവൈഡ് ചെയ്യണം. അപ്പോ ഇവിടെയുള്ള ഈ ഒരു ഡിവൈഡഡ് ബൈ എന്നുള്ളതിനെ ഞാൻ സിംബോളിക്കലി എഴുതി. ഇനി ഒരു കോയിനിന്റെ വോളിയം ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതിനെ നമുക്ക് എഴുതാം പൈ into 175 divided by 200 into 175 by 200 into 2/10. സിംപ്ലിഫൈ ചെയ്യാം. 55 into 35 divided by 10 into, ഇനി നമുക്ക് ഡിവൈഡഡ് ബൈ പൈയുടെ വാല്യൂ 22/7 ആണ്, into 175 divided by 200 into 175 divided by 200 into 2/10 is equal to 55 into 35 divided by 10. ഇനി ഈ നമ്പറിന്റെ ഒക്കെയും ഇത് ഒരു വലിയ ബ്രാക്കറ്റിനുള്ളിലാണെങ്കിൽ ഇതിന്റെ ഒക്കെയും റെസിപ്രോക്കൽ എഴുതിയാൽ മതി. അപ്പൊ ഈ ന്യൂമറേറ്റർ എല്ലാം ഡിനോമിനേറ്റർ ആയിട്ടും ഡിനോമിനേറ്റർ എല്ലാം ന്യൂമറേറ്റർ ആയിട്ടും മാറും. അപ്പൊ ഇൻറ്റു 7/22 ഇൻറ്റു 200/175 ഇൻറ്റു 200/175 ഇൻറ്റു 10/2 എന്ന് എഴുതാം. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷനിലൂടെ 10ഉം ക്യാൻസൽ ചെയ്യുന്നു. 22ഉം 55ഉം 11ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് 2 എഴുതാം, ഇവിടെ 5 എഴുതാം. ഇനി ലെഫ്റ്റ് വിത്ത് ഉള്ളത് 200. ഇതിനെ നമുക്ക് 2ഉം 200 ഡിവൈഡ് ചെയ്താൽ ഇവിടെ നമുക്ക് 100 എന്ന് എഴുതാം. അടുത്ത 2ഉം 200 ഡിവൈഡ് ചെയ്താൽ ഇവിടെ ഒരു 100 എഴുതാം. ലെഫ്റ്റ് ഓവർ നമ്പറിനെ നമുക്ക് ഇങ്ങോട്ട് എഴുതിയാൽ 5 into 35 into 7 into 100 into 100 divided by 175 into 175 divided by 175 into 175. ഈ 175ലും 25 ഉണ്ട്, 100ലും 25 ഉണ്ട്. 25 കൊണ്ട് 100നെ ഡിവൈഡ് ചെയ്താൽ 4 എന്ന ആൻസർ കിട്ടും. 175നെ ഡിവൈഡ് ചെയ്താൽ 7 എന്ന ആൻസർ കിട്ടും. ഇനി ഈ 7ഉം 7ഉം കൂടി നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെയുള്ള 175ഉം 100ഉം കൂടി ഡിവൈഡ് ചെയ്താൽ ഇവിടെ 4 എന്ന് നമുക്ക് എഴുതാം, ഇവിടെ 7 എന്ന് എഴുതാം. ഈ 7ഉം 35ഉം കൂടെ ഡിവൈഡ് ചെയ്താൽ ഇവിടെ 5 എന്ന് എഴുതാം. ലെഫ്റ്റ് ഓവർ ഇവിടെ ഡിനോമിനേറ്റർ ഒന്നുമില്ല, ന്യൂമറേറ്ററിലുള്ള നമ്പറിനെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 5 into 5 into 4 into 4. 5 into 5 25, 25 into 4 100, 100 into 4 400 എന്ന ഉത്തരം കിട്ടും. അപ്പൊ നമുക്ക് ഫൈനൽ സ്റ്റെപ്പ് എഴുതി വെക്കാം. Therefore, the required number of coins is equal to 400. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. എല്ലാ ക്ലാസ്സുകളും റെഗുലറായി കാണുക. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനിൽ ഒരിക്കലും മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ ഫൈനൽ ആൻസർ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മളൊരു ഫൈനൽ സ്റ്റെപ്പില്
ഇത്തരത്തിൽ വോളിയം തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിവിഷൻ വരുമ്പോൾ ഇവിടെ നമുക്ക് മാക്സിമം നമ്പറുകളെ ക്യാൻസൽ ചെയ്യാൻ കഴിയും. അതല്ലാതെ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് ഒരിക്കലും വെക്കരുത്.